ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ വയലാർ രവിയും ഞാനും എതിർചേരികളിലായിരുന്നു. പലതരത്തിലുള്ള സംഘർഷങ്ങളും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും MAക്ക് പഠിക്കാൻ, ആ വർഷം അവസാനിക്കുന്ന ദിവസം കോളേജ് അടയ്ക്കാൻ, അന്ന് വയലാർ രവി എന്നെ വിളിക്കുന്നു. അടുത്തുള്ള മോഡേൺ ഹോട്ടലിൽ പോയി ഞങ്ങൾ ഒരു മസാല ദോശ ഒക്കെ കഴിച്ചുകൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ വയലാർ രവി ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് എറണാകുളത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അലക്സാണ്ടർ പറമ്പിത്തറയും AL ജേക്കബും ഒക്കെ ഉണ്ട്. ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ല. 1967 വിശ്വനാഥ മേനോൻ എന്ന CPM സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിച്ചു. അത് തിരിച്ചു പിടിക്കണം. 1967 കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് വരുന്നത് 1972 അപ്പോൾ രവിയുടെ താല്പര്യം, അപ്പോൾ ഞാൻ MA കഴിഞ്ഞ് പുറത്തു നിൽക്കുന്നു, ഇവിടുത്തെ സാമുദായിക പരിഗണന അനുസരിച്ച് എന്നെ പരിഗണിക്കാവുന്നതാണ്, ഇതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഞാനതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമുണ്ടായില്ല. കാരണം 1972 മാത്രമാണ് എനിക്ക് സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള പ്രായം തികഞ്ഞത്. പക്ഷെ തിരഞ്ഞെടുപ്പ് അതിന് ഒരു വർഷം മുമ്പേ നടന്നു, 1971. അതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും വയലാർ രവിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം. വയലാർ രവി അന്നും അക്കാലത്ത് നല്ല സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവായിരുന്നു. അത് അങ്ങനെ പോയി. വയലാർ രവി കാരണം എനിക്ക് വേറെയും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് നഷ്ടത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താമെങ്കിൽ, അത് ഞാൻ MB ആയിരിക്കുമ്പോൾ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു വിശ്വാസ വോട്ട് വന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ അധികാരത്തിലിരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ആ പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചപ്പോൾ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്ന് രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തണം. അതാണ് ഈ വിശ്വാസ വോട്ട്. വിശ്വാസ വോട്ട് ജയിക്കുന്നതിനുള്ള അംഗബലം വാസ്തവത്തിൽ കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് അന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് MPമാരെ ചാക്കിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുകയോ ഏത് രീതിയിലാണെങ്കിലും തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരണം. ആ അസൈൻമെൻറ്റ് കോൺഗ്രസ് പാർട്ടി അന്ന് കൊടുത്തത് പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം രാഷ്ട്രപതിയായി. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ മിഷൻ ഇമ്പോസിബിൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലാണ് അദ്ദേഹം രംഗത്തിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ ഒന്നാമതായി ഒരു സ്വതന്ത്ര MP ലോക്സഭാംഗം എന്ന നിലയിൽ എൻ്റെ പേര് കണ്ടു. അദ്ദേഹം എന്നെ തന്നെ ആദ്യം വീഴ്ത്താനുള്ള ശ്രമം തുടങ്ങി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം വൻതോതിൽ പണം ഇറക്കി. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എഴുതിയതുപോലെ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനത്തിലെ എല്ലാ മര്യാദകളും ധാർമ്മികതയും ലംഘിച്ചുകൊണ്ടുള്ള ഒരുതരം പ്രവർത്തനമാണ് അന്ന് നടന്നത്. വലിയൊരു തുക എനിക്കും ഓഫർ ചെയ്യപ്പെട്ടതാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ആ ഓഫറുമായി വന്നവരോട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്നേ ഉള്ളൂ. പലരും അന്നാണുള്ള 2 BJP MPമാർ 2 ചാക്ക് നിറയെ കറൻസി നോട്ട് ലോക്സഭ മേശപ്പുറത്തേക്ക് ഇട്ടത്. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ നേരത്ത് അങ്ങനെ സ്വസ്ഥമായി സഭയിലിരിക്കുമ്പോഴാണ് പെട്ടെന്നുള്ള ഈ ഒരു ബഹളവും. നോക്കിയപ്പോൾ കറൻസി നോട്ടുകളുടെ കൂമ്പാരം മേശപ്പുറത്ത് കിടക്കുകയാണ്. അത് ആ MPമാരെ കൂറുമാറ്റുന്നതിന് വേണ്ടി നൽകപ്പെട്ട തുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. BJP MPമാരെ കൂറുമാറ്റാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് വിപ്പ് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. സ്വതന്ത്ര MP ആയതുകൊണ്ട് എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നെ സമീപിച്ചത്. ഏതായാലും അന്നത്തെ
ദേശീയ രാഷ്ട്രീയത്തെ മുഴുവൻ ഇളക്കിമറിച്ച കലുഷമാക്കിയ ഒന്നായിരുന്നു ഈ വിശ്വാസ വോട്ട് വിജയിക്കുന്നതിനാവശ്യമായ അംഗബലം ഒപ്പിക്കുന്നതിനുള്ള പ്രണബ് കുമാർ മുഖർജിയുടെ നീക്കങ്ങൾ. എനിക്ക് കിട്ടുമായിരുന്ന വലിയൊരു സൗഭാഗ്യം ഇല്ലാതാക്കിയത് ഞാൻ നിഷേധിച്ചത് കൊണ്ട് മാത്രമല്ല, വയലാർ രവി പ്രണബ് കുമാർ മുഖർജിയോട് പറഞ്ഞു, അത് ഒരു സ്വതന്ത്രൻ എന്ന് പറയുന്നത് സാങ്കേതികമായി മാത്രമാണ്, അദ്ദേഹം CPMൻ്റെ സ്വതന്ത്രനാണ്, അതുകൊണ്ട് വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ നേർക്ക് എറിഞ്ഞ വല അവർ തിരിച്ച് എടുത്തത് ആ സാഹചര്യത്തിലാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഈ വയലാർ രവി എൻ്റെ പേര് കടന്നു വരുന്നുണ്ട്. ഞാൻ വളരെ സ്നേഹത്തിലാണിപ്പോൾ. ആ സ്നേഹവും ബഹുമാനവും എല്ലാ കാലത്തും ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അത് വിശ്വാസ വോട്ട് ജയിക്കുക എന്നത് അന്ന് ആ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ലോക്സഭയിലേക്ക് വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. എനിക്ക് പിന്നീടും 2 സഭകൾ, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മാറി മാറി മത്സരിക്കുന്നതിനുള്ള അവസരം കിട്ടി. മൊത്തം 8 തിരഞ്ഞെടുപ്പാണ്. 4 ലോക്സഭയിലേക്കും 4 നിയമസഭയിലേക്കും. 8 തിരഞ്ഞെടുപ്പിൽ ഞാൻ 4 ജയിച്ചു. അത്ഭുതകരമായ, വിസ്മയജനകമായ, ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത വിജയമാണ്. പൊതു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എറണാകുളം എന്ന മണ്ഡലത്തിൽ, അത് അടിവരയിട്ട് പറയേണ്ടതാണ്, എറണാകുളം എന്ന മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സാധാരണ ഒരു ആളാണെങ്കിൽ 8 തിരഞ്ഞെടുപ്പ് തുടർച്ചയായി വന്നാൽ, 8 തിരഞ്ഞെടുപ്പ് പെട്ടെന്നാണല്ലോ, 5 വർഷം പൂർത്തിയാക്കിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പല്ല. 8 തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുളം തോണ്ടും അക്ഷരാർത്ഥത്തിൽ. പക്ഷെ എനിക്കങ്ങനെയൊന്നും സംഭവിച്ചില്ല. കാരണം എനിക്ക് പാർട്ടിയുടെ പരിഗണനയും സംരക്ഷണയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പ്രത്യേകതയുള്ള കാലമായിരുന്നു. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അത് AP വർക്കി ആണ്. CPIMൻ്റെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP വർക്കി. അദ്ദേഹത്തിന് മാത്രമേ പാർട്ടിക്ക് അത്തരത്തിലുള്ള വിജയങ്ങൾ, സർപ്രൈസ് വിക്ടറി നേടിക്കൊടുക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥ എറണാകുളത്ത് ഉണ്ടാകുമായിരുന്നു എന്ന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ഞാൻ AP വർക്കിയെ കാണുന്നത് ഈ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നതിനൊക്കെ മുമ്പാണ്. ഞാനീ പറഞ്ഞ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള 8 തിരഞ്ഞെടുപ്പുകൾക്ക് പുറമെ 2 പ്രാവശ്യം 2 തിരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ആദ്യം മത്സരിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അന്ന് പാർട്ടി സ്ഥാനാർത്ഥികളില്ലായിരുന്നു. എല്ലായിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്, എല്ലാ ഡിവിഷനുകളിലും. അപ്പോൾ ഞാനും എൻ്റെ ഡിവിഷനിൽ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയായി. കത്തുന്ന തീപ്പന്തം ആയിരുന്നു അന്നത്തെ എൻ്റെ ചിഹ്നം, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മത്സരം അങ്ങനെ ശക്തിപ്പെട്ടു വന്നപ്പോൾ CPMന് അവിടെ സ്ഥാനാർത്ഥിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ നിർദ്ദേശിച്ചനുസരിച്ച് എറണാകുളം ബോട്ടിയെട്ടിക്കടുത്ത് മാരുതി ഹോട്ടലിൽ AP വർക്കിയുടെ സ്ഥിരതാമസം കൊണ്ട് പ്രഖ്യാതമായി തീർന്ന ആ മുറിയിൽ ചെന്നു. ഞാൻ കാര്യം പറഞ്ഞു. പിന്തുണ വേണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ AP വർക്കി സ്വതസിദ്ധമായ രീതിയിൽ കുറേ സമയം ആലോചിച്ചതിന് ശേഷം ഞാൻ LCയോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഉത്തരം കേട്ടുകൊണ്ട് ഞാൻ മടങ്ങുകയും ചെയ്തു. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പോഴൊരു ചോദ്യം വന്നു, ആരാണ് AP പറഞ്ഞ LC? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ
അതോ മറ്റേതെങ്കിലും ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നീടാണ് ഈ LC എന്ന് പറഞ്ഞത് ലോക്കൽ കമ്മിറ്റി, പാർട്ടിയുടെ സംവിധാനം അങ്ങനെയാണല്ലോ, LC, AC, DC അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തമാശയായി മാറി. ഞാൻ ഈ കാര്യം ലോനപ്പൻ നമ്പാടൻ മാസ്റ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ ചിരിക്കുകയും ആസ്വദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ ചേർത്തുള്ള ആത്മകഥയിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോൾ AP വർക്കിയെ കാണാൻ പോയപ്പോൾ LCയോട് ചോദിക്കട്ടെ എന്ന് AP വർക്കി പറഞ്ഞത് അതാണ്. അതുപോലെ സരസമായി നമ്പാടൻ മാസ്റ്റർ ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ 2 നഗരസഭാ തിരഞ്ഞെടുപ്പോട് ചേർക്കുമ്പോൾ എൻ്റെ കണക്ക് 10 തിരഞ്ഞെടുപ്പാകും. നഗരസഭാ തിരഞ്ഞെടുപ്പിലും ചില ഫലിതങ്ങളുണ്ടായി. ഞാൻ 2ാം വട്ടം മത്സരിക്കുമ്പോൾ ടോംസിന് വേണ്ടി ബോബനും മോളിയും കേസ് ഏറ്റെടുത്ത് നടത്തുന്ന അവസരത്തിലായിരുന്നു. അന്ന് കലാകൗമുദിയിൽ ടോംസിൻ്റെ ഒരു ബോബനും മോളിയും കാർട്ടൂൺ വന്നപ്പോൾ അതിൽ ഒരു രംഗം ഉള്ളത് സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യുക എന്ന ചുവരെഴുത്ത് കണ്ടുകൊണ്ട് ഈ മോളി ബോബനോട് ചോദിക്കുകയാണ്, പോളിന് വോട്ട് ചെയ്യണമെങ്കിൽ സെബാസ്റ്റ്യനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, അത് ഈ ചുവരിൽ തന്നെ എഴുതി വയ്ക്കണം എന്നുണ്ടോ? ഈ സെബാസ്റ്റ്യൻ പോളിനെ വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു തമാശ ഉണ്ടാക്കാമെന്നുള്ളത് എന്താണല്ലോ ഈ കാർട്ടൂണിസ്റ്റുകളുടെയൊക്കെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ആ കാർട്ടൂണും അക്കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലിന് ഒരു കക്ഷിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപഹാരം ആയിരുന്നു ആ കാർട്ടൂൺ, അല്ലെങ്കിൽ ആ കാർട്ടൂൺ കമൻറ്റ്. ആ 2 തിരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റ് 8 തിരഞ്ഞെടുപ്പുകൾ, 4 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഉപതിരഞ്ഞെടുപ്പ്, 2ലും ഞാൻ ജയിച്ചു. 1 പൊതു തിരഞ്ഞെടുപ്പ് 2004, അതിലും ഞാൻ ജയിച്ചു എന്ന് മാത്രമല്ല 70,000 വോട്ടിൻ്റെ അവിശ്വസനീയമായ ഭൂരിപക്ഷത്തോടെയാണ് എറണാകുളം എന്ന ബാലികേറ മലയിൽ CPMൻ്റെ കൊടി ഞാൻ നാട്ടിയത്. അതൊക്കെ ഒരു ചരിത്രം. നമുക്ക് പിന്നീട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓർത്തെടുക്കാവുന്ന കൗതുകമുള്ള രസകരമായ ചില സന്ദർഭങ്ങളാണ് അത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. CPMൻ്റെ പിന്തുണ ഞാൻ ലോക്സഭയിൽ ചെന്ന സന്ദർഭങ്ങളിലല്ല, ഇപ്പോൾ ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും എല്ലാം പുറമേ നിന്നുള്ള പിന്തുണ, പക്ഷേ മന്ത്രിസഭയിൽ ചേരില്ല, അതായിരുന്നു CPMൻ്റെ നിലപാട്. അതിൻ്റേതായ അസൗകര്യങ്ങളും ഉണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. കാരണങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ടില്ലെങ്കിലും 1997 ഞാൻ ലോക്സഭയിലെത്തിയപ്പോൾ അന്ന് IK ഗുജറാൾ ആണ് പ്രധാനമന്ത്രി. അന്ന് മന്ത്രിസഭയിലേക്ക് വേണമെങ്കിൽ എന്നെ എടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായതായി ഞാൻ പുറമേ നിന്ന് അറിഞ്ഞു. പക്ഷെ പാർട്ടി അത് അംഗീകരിക്കാൻ സാധ്യതയില്ലായിരുന്നു, സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ പിന്തുണയും ശ്രമവും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാവുന്നതല്ല അതൊന്നും. പക്ഷേ പല സന്ദർഭങ്ങളിൽ ഒരു വളരെ ഇഫക്റ്റീവായ ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഞാൻ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് പാർലമെൻറ്റ് ലൈബ്രറി, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ ലൈബ്രറി ഞാൻ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം MP-മാർ മാത്രമാണ് അവിടെ പതിവായി വന്ന് പുസ്തകങ്ങൾ വായിക്കുകയും പഴയ രേഖകൾ തപ്പിയെടുക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്.
യാത്ര എന്ന് പറയുമ്പോൾ പാർട്ടി അംഗങ്ങൾക്കാണ്, പാർട്ടിക്കാണ് സ്പീക്കർ അവസരം വീതിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ CPM എന്നൊക്കെ പറയുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഞാൻ സ്വതന്ത്രനാണ്, പാർട്ടി കൈവിടും. അപ്പം അതുകൊണ്ട് വലിയ തോതിലുള്ള യാത്രയൊന്നും പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില യാത്രകളൊക്കെ അന്നും സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച ഫിജി അക്കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ്. മറ്റ് പല രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള യാത്രകളൊക്കെ മറ്റ് രീതിയിൽ സ്വന്തം നിലയ്ക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കപ്പാസിറ്റിയിലും ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പാർലമെൻറ്റിൽ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നും കാലാവധി പൂർത്തിയാക്കിയ ഒരേ ഒരു ടേം എന്ന് പറയുന്നത് 2004 പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നപ്പോൾ അന്ന് കേരളമൊട്ടാകെ ഒരു ഇടതുപക്ഷ തരംഗം ആഞ്ഞ് വീശിയ 20-ൽ 18 സീറ്റ് LDFന് കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിനു മുൻപുള്ള ഞാൻ ജയിച്ചു എന്നത് 2 ഉപതെരഞ്ഞെടുപ്പ്. ഒന്ന് പ്രധാനമന്ത്രി IK ഗുജറാൾ, 2 പ്രധാനമന്ത്രി വാജ്പേയി. പക്ഷെ ആ 2 ലോക്സഭയും കാലാവധി എത്തുന്നതിന് മുമ്പേ പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്നതിന് വേണ്ടി. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എത്ര കാലം MP ആയിരുന്നു എന്ന് ചോദിച്ചാൽ 6 വർഷം എന്ന് പറയേണ്ടി വരും. കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നിയേക്കാം. പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആ 5 വർഷക്കാലം, ആദ്യം ചെന്നപ്പോൾ കിട്ടിയ 6 മാസം, രണ്ടാമത് ചെന്നപ്പോൾ കിട്ടിയ 4 മാസം, അങ്ങനെ 5 വർഷവും 10 മാസവും അത് 6 വർഷമായി കണക്കാക്കിക്കൊണ്ടാണ് എനിക്ക് ആനുകൂല്യങ്ങൾ പാർലമെൻറ്റിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 1997 ആണ് എൻ്റെ ആദ്യത്തെ പാർലമെൻറ്റ് വിജയം എന്ന് പറയുന്നത്. ഞാൻ വാസ്തവത്തിൽ നന്നായി എൻജോയ് ചെയ്ത ഒരു കാലം കൂടിയായിരുന്നു അത്. അന്ന് എൻ്റെ ലോക്സഭയിൽ എൻ്റെ തൊട്ട് അടുത്ത് ഇരുന്നിരുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഫൂലൻ ദേവി. ചമ്പൽക്കാടുകളെ വിറപ്പിച്ച ആ പോരാളി. പക്ഷേ വളരെ സൗമ്യഭാവത്തിൽ ആണ് പാർലമെൻറ്റിൽ എൻ്റെ അടുത്ത് ഇരുന്നിരുന്നത്. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊരു പാർലമെൻ്ററി കമ്മിറ്റി അമൃതസറിൽ ആണ് സമ്മേളിച്ചത്. ആ കമ്മിറ്റിയിൽ ഫൂലൻ ദേവിയും ഞാനും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അവിടെ സ്വാഭാവികമായും ജാലിയൻ വാലാബാഗ് ആ കൂട്ടക്കൊല നടന്ന ഇടം ആ ഒരു സേക്രഡ് ആയ ഒരു ഇടമാണത്. സന്ദർശിക്കുക, അത് ഒഴിവാക്കാൻ കഴിയില്ല. ഞങ്ങളവിടെ ചെന്നു. ചരിത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിൻ്റെ ഒരു നേർസാക്ഷ്യം അവിടെ അങ്ങനെ കണ്ടു. സ്വാഭാവികമായും MP-മാർ എന്ന നിലയിൽ ഞങ്ങളെ അവിടുത്തെ കമ്മിറ്റി ഞങ്ങളെ സ്വീകരിച്ചവിടെ ഇരുത്തി. ഞങ്ങൾക്കെല്ലാം എഴുതുന്നതിനുള്ള ഒരു രജിസ്റ്റർ കൊണ്ടുവന്ന് തന്നു. പേരെഴുതി ഒപ്പിടണം. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഈ ഫൂലൻ ദേവിക്ക് സ്വന്തം പേര് എഴുതി ഒപ്പിടുന്നതിനുള്ള പ്രാപ്തിയില്ല. അതൊരു സഹായി ആ പേരെഴുതി കൊടുത്തു. അവർ ഒപ്പ് എന്തോന്ന് വരയ്ക്കുകയും ചെയ്തു. ആ വിരലുകളെന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി അശ്വാരൂഢയായി വനാന്തരങ്ങളിലൂടെ തോക്കിൻ്റെ കാഞ്ചി വലിക്കുമ്പോൾ വിറയ്ക്കാത്ത വിരലുകളാണ് ഒരു പേന കയ്യിൽ കൊടുത്തപ്പോൾ വിറച്ചത്. അതിനൊരു പ്രതീകാത്മകമായ അർത്ഥവുമുണ്ട്, ഭംഗിയുമുണ്ട്. ഫൂലൻ ദേവി പിന്നീട് ഡൽഹിയിൽ വെച്ച് തന്നെ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് ഞാൻ അറിഞ്ഞത്, ഞങ്ങളുടെ MP സ്ഥാനത്തിനൊക്കെ ശേഷം. അത്തരത്തിൽ ധാരാളം ആളുകളെ പരിചയപ്പെടുന്നതിന്, പ്രയോജനകരമായി പരിചയപ്പെടുന്നതിന് ഒക്കെയുള്ള അവസരം അന്നുണ്ടായിരുന്നു. ലോക്സഭയിൽ ഞങ്ങൾ CPM ഗ്രൂപ്പിൻ്റെ നേതാവ്
സോമനാഥ ചാറ്റർജിയായിരുന്നു. അദ്ദേഹത്തിനും എന്നോട് ഒരു പ്രത്യേകമായ വാത്സല്യം അന്ന് മുതലേ ഉണ്ടായിരുന്നു. എന്നോട് വാസ്തവത്തിൽ അദ്ദേഹം ഞാൻ ജയിച്ചു എന്നപ്പോൾ പാർട്ടിയിൽ ചേരണം എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അത് എ പി വർക്കി ആ നിർദ്ദേശം സ്വീകരിച്ചില്ല. കാരണം എന്നെ പാർട്ടിക്ക് എറണാകുളത്ത് ആവശ്യമുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ സോമനാഥ ചാറ്റർജി എക്കാലത്തും ആ താല്പര്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. 2004 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ UPA മന്ത്രിസഭയുടെ കാലത്ത് സോമനാഥ ചാറ്റർജി ആയിരുന്നു സ്പീക്കർ. വളരെ ഇഫക്റ്റീവായ സ്പീക്കറായിരുന്നു സോമനാഥ ചാറ്റർജി. ഞാനന്ന് ഒരു ഇംഗ്ലീഷിൽ എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ്റെ PhD തീസിസ് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഭരണഘടനാപരമായ വശങ്ങൾ ആയിരുന്നു വിഷയം, ഇംഗ്ലീഷിൽ. അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിന് അർത്ഥവത്തും അതിമനോഹരവുമായ അവതാരിക എഴുതിയെത്തുന്ന സഹായിച്ചത് സോമനാഥ ചാറ്റർജി ആയിരുന്നു. പലപ്പോഴും ഞങ്ങൾ തമ്മിലൊക്കെ ഇൻ്ററാക്ട് ചെയ്യുന്നതിന് സംസാരിക്കുന്നതിനൊക്കെയുള്ള അവസരം കിട്ടിയിരുന്നു. ഒരിക്കലും അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ കേരള MP-മാർ എന്തിനാണ് എല്ലാ വാരാന്തങ്ങളിലും വെള്ളിയാഴ്ച സഭ അവസാനിച്ചാൽ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര തുടങ്ങും, പിന്നെ തിങ്കളാഴ്ചയാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ചാറ്റർജി എന്നോട് ചോദിക്കേണ്ടായി. ഞാൻ പറഞ്ഞു, ഈ മണ്ഡലത്തിൽ വാരാന്തത്തിൽ കണ്ടില്ലെങ്കിൽ അവിടെ നടക്കുന്ന കല്യാണങ്ങളിൽ മരണം തുടങ്ങിയ അവസ്ഥകളിലൊക്കെ MP-യുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പിന്നെ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സോമനാഥ ചാറ്റർജിക്ക് ബംഗാളിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഡൽഹിയിൽ തന്നെ സ്ഥിരതാമസമാണ്. എന്നിട്ടും എങ്ങനെ ജയിച്ചു വരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ജ്യോതിബാബു വരുന്നു, അദ്ദേഹം 2 പ്രസംഗം നടത്തുന്നു, അത് മതി, ഞങ്ങൾ ജയിക്കുന്നു എന്ന് സോമനാഥ ചാറ്റർജി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ CPIM എന്ന പാർട്ടി, സോമനാഥ ചാറ്റർജിയുടെയും ജ്യോതി ബസുവിൻ്റെയും ഒക്കെ പാർട്ടി ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആരുടെ നിലപാടാണ്? എപ്പോഴും മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന കേരള MP-മാരുടെ നിലപാടാണോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ജ്യോതി ബസുവിൻ്റെ സാന്നിധ്യം മാത്രം മതി എന്ന് കരുതിയിരുന്ന ബംഗാൾ MP-മാരുടെ നിലപാടാണോ രാഷ്ട്രീയമായി ശരിയായത് എന്ന് അത് പ്രേക്ഷകർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ച് ഇരിക്കുമ്പോൾ പല MLA-മാരും അവരുടെ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സംസാരം കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നതിന് ഞങ്ങളുടെ അടുത്ത് വന്ന് കൂടും. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ചോദ്യം ഒരു MLA അന്ന് ചോദിക്കുകയുണ്ടായി. ആ MLA മറ്റാരും ആയിരുന്നില്ല, നമുക്കെല്ലാം പരിചയമുള്ള G. സുധാകരനാണ്. G. സുധാകരൻ വളരെ ഗൗരവത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഓരോ മാർക്സിസ്റ്റ് നേതാവും ചോദിക്കേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്.